നമ്മുടെ പറമ്പുകളിലും പാടങ്ങളിലുമൊക്കെ ധാരാളമായി കാണുന്ന ഒരു സസ്യമാണ് കയ്യോന്നി. ദശപുഷ്പങ്ങളിൽ ഒരംഗം എന്ന നിലയിലാണ് പലരും കയ്യോന്നിയെ അറിയുന്നത്. എന്നാൽ ഈ ചെടിക്ക് പറയാനുള്ള കഥ അതിൽ ഒതുങ്ങുന്നില്ല. കയ്യോന്നിക്ക് വെള്ള, മഞ്ഞ, നീല എന്നീ നിറഭേദങ്ങളുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വെള്ള നിറത്തിലുള്ള പൂക്കളുണ്ടാകുന്ന സസ്യത്തെയാണ്. കരിയിലാങ്കണ്ണി, കയ്യെണ്ണ, കയ്യന്യം, കഞ്ഞുണ്യം, ജലഭൃംഗ, കൈത്തോന്നി തുടങ്ങിയ നിരവധി പ്രാദേശിക പേരുകളിൽ ഈ സസ്യം മലയാളത്തിൽ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഭൃംഗരാജ്, കേശരാജ്, അങ്കാരക തുടങ്ങി ഒട്ടനവധി പേരുകൾ ഈ സസ്യത്തിനുണ്ട്. വണ്ടുകളെ ആകർഷിക്കുന്നതിനാൽ വണ്ടുകളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ ഭൃംഗരാജ് എന്നും, മുടി സംരക്ഷണത്തിന് ഏറ്റവും മികച്ചതായതിനാൽ കേശരാജ് എന്നും ഇത് അറിയപ്പെടുന്നു. അങ്കാരം എന്നാൽ സംസ്കൃതത്തിൽ കരി എന്നാണ് അർത്ഥം. കയ്യോന്നിയുടെ നീര് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ കരി പോലെ കറുക്കുന്നതിനാലും നരച്ച മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനാലും ഇതിന് അങ്കാരക എന്ന പേരും ലഭിച്ചു. ഇംഗ്ലീഷിൽ ഫോൾസ് ഡെയ്സി എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ പ്രോസ്ട്രാറ്റ എന്നാണ്. ആസ്ട്രേസി സസ്യകുടുംബത്തിലെ ഒരു അംഗമാണിത്. നിലം പറ്റിയോ അല്പം ഉയരത്തിലോ വളരുന്ന ഒരു ചെറിയ സസ്യമാണ് കയ്യോന്നി. സാധാരണയായി ധാരാളം ശാഖകൾ പുറപ്പെടുവിച്ച് കൂട്ടമായാണ് ഇത് വളരുന്നത്. ഇത് ഒരു വാർഷിക സസ്യമാണ്. കടും പച്ച നിറത്തിലുള്ള ഇലകൾക്കും തണ്ടിനും മേൽഭാഗത്ത് നേർത്ത രോമങ്ങൾ കാണാം. കയ്യോന്നിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അതിൻ്റെ കുഞ്ഞൻ പൂക്കളാണ്. വെള്ള നിറത്തിലുള്ള ഈ പൂക്കൾ ഒറ്റ പൂവല്ല, മറിച്ച് നിരവധി ചെറുപുഷ്പങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. തണ്ടിൻ്റെ അഗ്രഭാഗത്തും ഇലകളുടെ കക്ഷങ്ങളിൽ നിന്നുമാണ് ഇവ സാധാരണയായി വിരിയുന്നത്. കയ്യോന്നിയെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഈ സസ്യത്തിൻ്റെ ഇലകളോ തണ്ടോ തിരുമ്മുമ്പോൾ ലഭിക്കുന്ന നീര് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ക്രമേണ കറുത്ത നിറമായി മാറുന്നു. കാഴ്ചയിൽ സമാനതകളുള്ള മറ്റു കളസസ്യങ്ങളിൽ നിന്നും യഥാർത്ഥ കയ്യോന്നിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണിത്. വിത്തുകൾ വഴിയാണ് കയ്യോന്നി വ്യാപിക്കുന്നത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് സ്ഥാപിതമായാൽ പിന്നീട് സ്വയം വിത്തുവീണ് പുതിയ ചെടികൾ മുളച്ചു വരുന്നതാണ് ഇതിൻ്റെ വളർച്ചാരീതി. ഇതിൻ്റെ കമ്പുകൾ മുറിച്ചു നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. ദശപുഷ്പങ്ങളിലൊന്നായ കയ്യോന്നി സമൂലം ഔഷധയോഗ്യമായ ഒരു സസ്യമാണ്. കേശസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങളിലൂടെയാണ് കയ്യോന്നി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ നീര് ചേർത്തുണ്ടാക്കുന്ന കേശതൈലം മുടിയുടെ വളർച്ചയ്ക്കും തിളക്കത്തിനും അകാല നരയകറ്റി മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നതിനുമായി വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. കേശസംരക്ഷണത്തിനു മാത്രമല്ല, നേത്ര സംരക്ഷണത്തിനും കയ്യോന്നി ഉത്തമമാണ്. കണ്ണുകളുടെ കുളിർമയ്ക്കും കാഴ്ചശക്തിക്കും വേണ്ടി പണ്ടുകാലങ്ങളിൽ കയ്യോന്നി നീര് ഉപയോഗിച്ച് പ്രത്യേക കൺമഷി തയ്യാറാക്കുമായിരുന്നു. കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒരു ടോണിക് കൂടിയാണ് കയ്യോന്നി. ആയുർവേദത്തിൽ വിവിധ കരൾ രോഗങ്ങൾക്കും വാതസംബന്ധമായ അസുഖങ്ങൾക്കുമുള്ള ഔഷധക്കൂട്ടുകളിൽ കയ്യോന്നി ഒരു പ്രധാന ചേരുവയായി ഉപയോഗിച്ചു വരുന്നു. ദശപുഷ്പങ്ങളിൽ ഒരംഗം എന്ന നിലയിൽ സുപരിചിതമായ കയ്യോന്നി ഒരു ഔഷധ സസ്യം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജൈവ പൈതൃകത്തിൻ്റെയും ഭാഗം കൂടിയാണ്. ഇത്തരത്തിലുള്ള സസ്യങ്ങളെ തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. മറ്റൊരു ചെടി വിസ്മയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.